നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്ലസ് വൺ കഴിഞ്ഞ് ഇപ്പം പ്ലസ് ടു, അതായത് പ്ലസ് വൺ പരീക്ഷ കഴിഞ്ഞിട്ട് പ്ലസ് ടുവിലോട്ട് കയറുന്ന കുട്ടികൾക്കുള്ള വീഡിയോ ആണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ. നിങ്ങൾ മാക്സിമം കുട്ടികളോട് ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് പല രീതിയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത്, ഇപ്പം ഫിസിക്സിൻ്റെ ആണെങ്കിലും അടുത്ത ദിവസങ്ങളിൽ ബാക്കിയുള്ള വിഷയങ്ങളുടെ ആണെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതായത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. മാക്സിമം ഷെയർ ചെയ്യുക. ഇത് CBSEക്കും ഇത് കൃത്യമായിട്ടും CBSEക്കാർക്കും ഇത് ഒരേപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ ബാച്ചസ് എല്ലാ വർഷവും ഉള്ളതാണ്. ഓൺലൈൻ ബാച്ചസ് നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഓൺലൈനിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓൺലൈൻ ബാച്ചസിൽ ഈ വർഷം എല്ലാ സബ്ജക്ട്സിൻ്റെയും ഫുള്ള് ക്ലാസ്, അതിൻ്റെ നോട്ട്സ്, റിവിഷൻ ക്ലാസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മെയിനായിട്ടുള്ള പ്രാക്ടിക്കൽസ് എല്ലാം ഉൾപ്പെടെ 2500 രൂപയുള്ള ഒരു വർഷത്തേക്ക് എല്ലാ വിഷയങ്ങളുടെയാണ് പറയുന്നത് ഓൺലൈൻ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു വർഷം നിങ്ങൾ എൻട്രൻസ് എടുക്കുകയാണ്, JEO, കീമോ, നീറ്റോ, NDO എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 5000 രൂപയ്ക്ക് ഒരു വർഷം ലോങ് ടൈം എൻട്രൻസും പ്ലസ് ടൂടെ നിങ്ങൾക്ക് കിട്ടും. അന്നേരം ആദ്യം അതങ്ങ് പറഞ്ഞിട്ടങ്ങ് തുടങ്ങുകയാണ്. കാരണം നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ, ഇപ്പം സാമ്പത്തികം കുറഞ്ഞാണെങ്കിൽ കൂട്ടുകയാണെങ്കിൽ ആൾക്കാർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, ഏത് കുട്ടികൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. നിങ്ങളുടെ താല്പര്യമുള്ളവർ നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്ട്സ്ആപ്പ് നമ്പറും ഇത് ഏതാണ്. ഇനി പ്ലസ് ടു മാത്രം മതിയെങ്കിൽ പ്ലസ് ടു, പ്ലസ് എൻട്രൻസ് മാത്രം മതിയെങ്കിൽ എൻട്രൻസ്, ഇനി രണ്ടുകൂടെ അതാണെങ്കിൽ പ്ലസ് ടു പ്ലസ് എൻട്രൻസ്. അന്നേരം അങ്ങനെ എടുക്കുന്നവരായിരിക്കും കൂടുതൽ പേര്. കാരണം ഇങ്ങനൊരു ചാൻസ് ഇനി ഒരിക്കലും കിട്ടൂല. അന്നേരം നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. നല്ലതുപോലെ പഠിക്കാനുണ്ട്, വളരെ വൈഡായിട്ട് പഠിക്കാനുള്ളതാണ് പ്ലസ് ടു ഫിസിക്സ്. പ്രത്യേകിച്ചും അതിനകത്ത് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും ഒപ്റ്റിക്സ്, ലൈറ്റിൻ്റെ കാര്യങ്ങളും, അതുപോലെ ഇലക്ട്രോണിക്സും എല്ലാം കൂടെ പെരളുന്ന, എല്ലാം കൂടെ കയറി വരുന്ന ചാപ്റ്ററാണ്. പ്ലസ് വണ്ണിൻ്റെ കണ്ടിന്യൂവേഷനേ ഇല്ല. അതുകൊണ്ട് പ്ലസ് വണ്ണിലെ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഓർമ്മയില്ലല്ലോ, ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം പ്ലസ് ടു എല്ലാം പുത്തനായിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതായത് നിങ്ങൾ ഇതുവരെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ, ഇപ്പം നമ്മൾ കണ്ടിന്യൂഷൻ എന്താ വെച്ചാൽ മാത്സിൻ്റെ പല കാര്യങ്ങളും നമ്മൾ പ്ലസ് വണ്ണിൽ അതേപോലെ പ്ലസ് ടു പഠിക്കുന്നുണ്ടായിരിക്കും. ഇപ്പം ഓർഗാനിക് കെമിസ്ട്രി പ്ലസ് ടുവിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് അങ്ങനെയില്ല. എല്ലാം പുത്തനാണ്, പുതുമയായിട്ടുള്ള സാധനങ്ങളാണ്. അതിനകത്ത് ഞാൻ ചാപ്റ്ററിൻ്റെ വെയിറ്റേജും ചാപ്റ്ററിനെ കുറിച്ചുമാണ് പറയുന്നത്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. അത് 2 ചാപ്റ്ററാണ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും. അതിനകത്ത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററിന് ഏകദേശം 12 മാർക്ക് വരെ, ഏകദേശം 10 മുതൽ 12 വരെ, അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം. 10 മുതൽ 12 മാർക്ക് വരെ ഉണ്ട്. ആദ്യത്തെ 4 ചാപ്റ്ററിനും ഭയങ്കര വെയിറ്റേജാണ്. 30 മാർക്കിനടുത്ത് 4 ചാപ്റ്ററിൽ നിന്നുണ്ട്. 80-82 മാർക്ക് ചോയ്സ് ഉള്ളതിനകത്തൊന്നും ഞാൻ പറയുന്നത് 30 മാർക്കോളം നിങ്ങൾക്ക് കിട്ടും. ആദ്യത്തെ 4 ചാപ്റ്റർ വലിയ ചാപ്റ്ററാണ്. രണ്ടാമത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിനകത്ത് ഇതുപോലെ 8 മുതൽ 10 മാർക്ക് വരെ വരും. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. 3 കറണ്ട് ഇലക്ട്രിസിറ്റി, ഇതുപോലെ 8 മുതൽ 10 വരെ മാറിന് ചാൻസ് ഉള്ള വെയിറ്റേജ് ഉള്ളതാണ്. അത് മാറി തിരിഞ്ഞ് ചെറിയ രീതി വരും. 4 മാഗ്നറ്റിക് എഫക്ട്സ് അല്ലെങ്കിൽ മൂവിങ് ചാർജസ് എന്ന് പറയുന്നതാണ്. ബയോട്സ് അവാർഡ്സ് എന്നൊക്കെ പറഞ്ഞ മറ്റേ essay പഠിക്കാനുള്ള ഒരു ആംബിയർ സർക്യൂട്ട് തിയറം എന്നൊക്കെ പറയുന്ന essays ഒരുപാട് പഠിക്കാനുണ്ട് പ്ലസ് ടുവിൽ. സാധാരണ essay അല്ല, അത്യാവശ്യം നല്ല essay ആണ്. ഇത് പഠിക്കുന്നതാണ്. ഈ ചാപ്റ്റർ ഈ പറഞ്ഞൊരു 10 മാർക്കോളം വെയിറ്റ് ചെയ്തുള്ളതാണ്. നിങ്ങൾക്ക് ഏകദേശം ഞാൻ പറയും 30-35 മാർക്ക് മൊത്തത്തിൽ എന്തായാലും മാറി തിരിഞ്ഞും വെയിറ്റേജ് ചോദിക്കുന്നതാണ് ആദ്യത്തെ 4 ചാപ്റ്റർ. 5 മാഗ്നറ്റിസം ആണ്, ചെറിയ ചാപ്റ്ററാണ്, ഒരു 5 മാർക്ക് മാക്സിമം. മാഗ്നറ്റിസം ചെറിയ ചാപ്റ്റർ. 6ാമത്തെ ഇലക്ട്രോമാഗ്നറ്റിക്സും ചെറിയ ചാപ്റ്ററാണ്, ഇതുപോലെ ഏകദേശം 5 മാർക്ക്. 7 അത്യാവശ്യം ഒരു വലിയ ചാപ്റ്ററാണ്. ഡെറിവേഷൻസും മാത്രമേ ഉള്ളൂ. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വളരെ സിമ്പിളായിട്ട് പഠിക്കാം. ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, AC എന്ന് ഷോർട്ട് ഫോമിൽ പറയും, അതാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഇതുപോലെ 8 മാർക്ക് വരെ നമുക്ക് ഇതിന് കിട്ടും. 9 ചെറിയ ചാപ്റ്ററാണ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, 3 മുതൽ 5 മാർക്ക് വരെ. അടുത്തത് റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഫിസിക്സിലെ ഏറ്റവും വലിയ ചാപ്റ്ററാണ്. ഒരു 10 മുതൽ 12 മാർക്ക് വരെ വെയിറ്റേജ് വരാം. റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വളരെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ. ലൈറ്റിനെ കുറിച്ച് പഠിക്കുന്ന റിഫ്ലക്ഷനും പിന്നെ ഡിസ്പെർഷനും എല്ലാം പഠിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ടും ലൈറ്റിൻ്റെ വേറൊരു ചാപ്റ്ററാണ് 11ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് വേവ് ഒപ്റ്റിക്സ് ആണ്. വേവ് ഒപ്റ്റിക്സ് അത് ലൈറ്റിൻ്റെ തന്നെയാണ്. അതിനകത്ത് ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനും പോളറൈസേഷൻ പോലുള്ള ടോപ്പിക്സ് വളരെ സിമ്പിളായിട്ട് പഠിക്കുക. അതൊക്കെ പറയുന്നെങ്കിലും വലിയ സംഭവങ്ങളൊന്നും അല്ല. ചില ഗുളികളുടെ പേരേ പോലെ ഉള്ളൂ. കടിച്ച പൊട്ടത്തെ പേരാണെങ്കിലും അവനൊക്കെ പാവത്താന്മാരാണ്. പിന്നെ അടുത്ത ചാപ്റ്ററിൻ്റെ പേര് ഡ്യുവൽ നേച്ചർ, ചെറിയ ചാപ്റ്ററാണ്. ഈ പറഞ്ഞ പോലെ 3 മാർക്ക് 4 മാർക്കിനെ ചോദിക്കത്തുള്ളൂ. അടുത്ത 2 ചെറിയ ചാപ്റ്ററാണ് ആറ്റംസും ന്യൂക്ലിയയും. അത് 2 ചെറിയ ചാപ്റ്ററാണ്. ഈ പറഞ്ഞ പോലെ ഒരു 3 മാർക്ക് 4 മാർക്കിന് ഈ 2 ചാപ്റ്ററിന് ചോദിക്കും. ലാസ്റ്റ് ചാപ്റ്റർ സെമി കണ്ടക്ടർ ഡിവൈസസ്, ഇലക്ട്രോണിക്സ് ആണ്. മാക്സിമം ഒരു 5 മാർക്ക്. അത് പറയുന്ന ടോപ്പിക്കുകൾ മാത്രം പഠിച്ചാൽ മതി. ഇതിനെല്ലാം ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം.
പഠിപ്പിക്കുന്നതിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയേഴ്സിന് 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളൂ. പ്ലസ് വൺ കാര്യം ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണത്തില്ല. 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു നമ്മൾ പറഞ്ഞ ടോപ്പിക്സിൽ നിന്നൊക്കെയാണ് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളൂ. ഇത് കൃത്യമായിട്ട് പഠിച്ച് പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ ഇപ്പം ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിൽ പോലും ഇതെല്ലാം അവൈലബിൾ ആണ്. അടിപൊളിയായിട്ട് ആദ്യം പഠിച്ച് ഉറപ്പിച്ച് നമുക്ക് ഈ ടോപ്പിക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. അന്നേരം എളുപ്പമായിരിക്കും പഠിക്കുന്നത്. അന്നേരം ഒരു ടെൻഷൻ വേണ്ട. ഇതുപോലെ പിന്നെ ഫിസിക്സ് നമ്മുടെ ഇതിനകത്ത് കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും ബോട്ടണി ആയാലും സുവോളജി ആയാലും എല്ലാ വിഷയങ്ങളും ഇംഗ്ലീഷ് ആയാലും എല്ലാം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ പഠിക്കാം. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ ഈ പറയുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സപ്പ് നമ്പറും +2 എന്ന് പ്രത്യേകം കൊടുത്തിട്ട് അതിൻ്റെ പ്ലസ് എൻട്രൻസ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. എന്തായാലും ഏകദേശം ഒരു വെയിറ്റേജിനെ കുറിച്ചൊരു ധാരണയായി. ഈ ചാപ്റ്ററുകൾ ഇത്രയും പഠിക്കാനുണ്ട്. 10-14ഓളം ചാപ്റ്ററുകൾ പഠിക്കാറുണ്ട്. നല്ലപോലെ പഠിക്കാനുണ്ട്. വലിയ ചാപ്റ്ററുകളുണ്ട്, ചെറിയ ചാപ്റ്ററുകളുണ്ട്. അന്നേരം ഇങ്ങനൊരു കോമ്പിനേഷനാണ് വരുന്നത്. നോ ടെൻഷൻ. പഠിച്ചാലേ ടെൻഷനുള്ളൂ. ആദ്യമേ പഠിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. പ്രാക്ടിക്കൽസ് ഉണ്ട്. ഇപ്പം നമുക്കാണെങ്കിൽ ഞാനാണെങ്കിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും മെയിനായിട്ടുള്ള പ്രാക്ടിക്കൽസ് എല്ലാം നിങ്ങൾക്ക് ഓൺലൈനിൽ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ട്. കാരണം പ്രാക്ടിക്കൽസ് 40 മാർക്കാണ് ഒരു സബ്ജക്റ്റിന് പ്രാക്ടിക്കൽ. അത് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അത് നന്നായിട്ട് പഠിക്കുക. നല്ല മാർക്ക് കിട്ടട്ടെ. +2 അടിച്ചു പൊളിക്കുക. നല്ല മാർക്ക് കിട്ടിയാലേ അടുത്ത ഫർദർ സ്റ്റഡീസ് നമുക്കത് ഗുണമാകത്തുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലി കിട്ടണമെങ്കിൽ നല്ല മാർക്ക് +2 വേണം. അന്നേരം അടിപൊളി മാർക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിലൂടെ കാണാം. നെവർ എവർ ഗിവ് അപ്പ്.